ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മെൽബൺ കേരള കഫേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി, പനീർ ബട്ടർ മസാല. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണയും ബട്ടറും ഉരുകി വന്നപ്പോൾ അതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും 4-5 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഏലക്ക മൂക്കുന്ന നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് മൂത്ത് വന്നപ്പോഴേക്കും ഇനി ഞാൻ ചേർക്കുന്നത് സവാളയാണ്. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതാണ്, 2 എണ്ണം നിങ്ങൾക്ക് ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള ഇതിനകത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4-5 ഒക്കെ ചേർക്കാം. ഇത് വലിയ വെളുത്തുള്ളി ആയിരുന്നുകൊണ്ട് ഞാനൊരു 3 എണ്ണം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് അതുപോലെ തന്നെ ഞാൻ ചേർക്കുവാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ വീണ്ടും വഴറ്റാം. സവാളയും മറ്റു കാര്യങ്ങളും എല്ലാം കൂടെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 നന്നായി പഴുത്ത തക്കാളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചെറിയ തീയിൽ 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ചെറിയ തീയിൽ ഇതിരുന്നിട്ട് 2 മിനിറ്റായി. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്തൊന്ന് നന്നായിട്ട് ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം അടിക്ക് പിടിക്കാതിരിക്കാനാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ശേഷം 1 മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തക്കാളിയുടെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം വെള്ളമൊക്കെ കുറച്ചും കൂടെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇച്ചിരി നേരം ഒന്ന് തണുക്കാൻ അനുവദിക്കണം. തണുത്തതിന് ശേഷം നമ്മളിതിനെയും അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴറ്റി വെച്ചത് ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്കിതിന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതുപോലെ ഒരു വലിയ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത നമ്മുടെ തക്കാളി, ഉള്ളി, മറ്റുള്ള കൂട്ട് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിപ്പയിൽ കൂടി നന്നായിട്ട് നമ്മൾ അരിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ അവസാനം കുറച്ച് പിശുട് പോലെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് അരയാതെ കിടക്കുന്ന സാധനങ്ങളാണ്. ചിലപ്പോൾ തക്കാളിയുടെ തൊലി കാണും, ഏലക്കയുടെ തൊലി കാണും. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടത് കളഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്ത് ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നന്നായിട്ട് ഉരുക്കി വരട്ടെ. ബട്ടർ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഇനിയും ചേർക്കുന്നത് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് ബട്ടറിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഇതിൻ്റെയൊക്കെ ആ പച്ച മണവും പച്ച ചൊവയൊക്കെ ഒന്ന് മാറാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇതൊക്കെ ചേർക്കുമ്പം ഒന്നെങ്കിൽ തീ വളരെ ലോയിലിടുക, അല്ലെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് ഇതിനകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ എണ്ണയും ബട്ടറും ഒക്കെ നന്നായിട്ട് ചൂടായി കിടക്കും. അപ്പോൾ നിങ്ങൾ തീ ഓഫ് ചെയ്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. അതിനകത്ത് കിടന്ന് ഈ മുളക് പൊടി നന്നായിട്ട് മൂത്ത് കിട്ടും. പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും തക്കാളിയും കൂടെ ഉള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം.
ഇത് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ആ മസാലയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ശേഷം 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കസൂരി മേത്തി, അതായത് ഉണങ്ങിയ ഉലുവായില പൊടിച്ചത്, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവിയുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇതിനകത്തുനിന്ന് നിങ്ങൾ വെള്ളം കൂട്ടി ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പനീർ ചേർത്ത് കൊടുക്കാം. മെഷറിംഗ് കപ്പിന് 2 കപ്പ്, ഏകദേശം അത് 300-350 ഗ്രാം പനീർ വരും. പനീർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ആ ഗ്രേവിയുടെ ഉപ്പൊന്ന് നോക്കാം. കാരണം പനീറിനകത്ത് ഉപ്പില്ല. അപ്പം ഗ്രേവിയുടെ ഉപ്പ് നോക്കി നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചിലപ്പം പെട്ടെന്നെങ്ങാനും അടുക്കി പിടിച്ച് പോയെങ്കിലോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 3 മിനിറ്റും കൂടെ നമ്മൾ മൂടി വെച്ച് കൊടുത്തായിരുന്നു. അതിനുശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. അപ്പം ചെറിയ തീയിൽ നന്നായിട്ട് തിള വരുന്നുണ്ട്. ബട്ടറൊക്കെ ഇങ്ങനെ മേലെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം പനീർ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ബട്ടർ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനിയും കൂടുതൽ ചേർക്കണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കൂടി ഉണങ്ങിയ ഉലുവായില അല്ലെങ്കിൽ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവറാണ് കസൂരി മേത്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. ഇനിയും ചേർക്കുന്നത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്, 1/2 ടീസ്പൂൺ പഞ്ചസാര. പഞ്ചസാരയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എല്ലാം നല്ല ക്രമത്തിനാകും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കറി കാണാൻ തന്നെ എന്നെ ഒരു ഭംഗിയല്ലേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇപ്പോൾ എല്ലാ സംഗതികളും നമ്മൾ ചേർത്ത് കൊടുത്തു. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയേക്കാം. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏതായാലും ഈ കറിക്കിപ്പം ഉപ്പ് എല്ലാം നല്ല പാകമാണ്. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തു. നമ്മളിനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് ഫ്രഷ് ക്രീമും നല്ല ഫ്രഷ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കറിക്ക് വീഡിയോയിൽ എടുത്തപ്പം ഇതിൻ്റെ കളർ ഒരു വേറെ കളറിലാണ് വരുന്നത് കേട്ടോ. പക്ഷേ ഫോട്ടോ എടുത്തപ്പം നല്ലൊരു ഓറഞ്ച് കളറും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വെജിറ്റേറിയൻ ഡിഷസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് പനീർ ബട്ടർ മസാല. എത്ര കഴിച്ചാലും മതിയാകത്തില്ല. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ മേല. അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർക്കിത് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പം നമ്മുടെ സൂപ്പർ ഡെലിഷ്യസ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്. ടാറ്റാ.